അപ്പോൾ കുറച്ച് പുതിയ ആൾക്കാർ വന്നിട്ടുണ്ട്. ഇപ്രാവശ്യം വന്നെല്ലാം നല്ല കളറ് ഉള്ള ടീമുകളാണ്. പ്രിൻ്റ് നല്ല കറക്റ്റ് പ്രിൻ്റ് തന്നെ വന്നേക്കുന്നത്. ഇവർ നല്ല ഫീഡൊക്കെ എടുത്ത് വലുതായി വന്നവരാണ്. എങ്കിൽ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഇരുന്നത് കളർലെസ്സായിട്ടാണ് വന്നിരിക്കുന്നത്. ഇതൊക്കെ കളർലെസ്സാണ്. ഇതും ഇച്ചിരി കളർലെസ്സാണ്. അപ്പോൾ ഫയർ റെഡും ഉണ്ട്, ആൽബിനോ ടൈഗറും ഉണ്ട്. അപ്പോൾ ഇത് ഇച്ചിരി വലുതാണ്, ഇത്തിരി ചെറുതുമാണ്. അത് ആ കാണുന്ന ഫയർ റെഡിൻ്റെ കളർലെസ് ആയിട്ടുള്ളതാണ്. ഇപ്പോൾ റേറ്റ് വ്യത്യാസം വരുന്നത് ഇതൊക്കെ കൊണ്ടാണ്. അപ്പോൾ ക്വാളിറ്റിയുള്ള ഫിഷും ഉണ്ട്, ക്വാളിറ്റി അതായത് അവരെ വളർത്തി വലുതാക്കിയ ഇതുകൊണ്ടും പിന്നെ വരവ് ഫിഷും അങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിൻ്റെ പുറകെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ കൊണ്ടാണ് കളർ വരുന്നതും പോകുന്നതും. നമുക്കിനി ഇവരെ കളർ കൂട്ടിയെടുക്കാക്കും വെക്കും. നല്ല രീതിക്ക് ലൈവ് കൊടുത്തു കഴിഞ്ഞാൽ നല്ല കളർ കയറി വരും. അതുപോലെയാണ് കണ്ടോ, ഇത് കണ്ട നല്ല കളറാണ് ഇവർക്ക് വരുന്നത്. അപ്പോൾ അത് കണക്ക് തന്നെ ഇവർക്കൊക്കെ ഓരോ റേറ്റിൽ വ്യത്യാസം വരുന്നതിൻ്റെ മെയിൻ കാര്യം ഇതാണ്. അപ്പോൾ പറഞ്ഞൊന്നും ഓർമ്മയില്ല, ഓസ്കാർ വന്നിട്ടുണ്ട്. ആരെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ DM ചെയ്യുക. ആറ്റിങ്ങലിലാണ്, നമ്മൾ ഷിപ്പിങ്ങില്ല. നമുക്ക് വർക്കിംഗ് ടൈം വൈകുന്നേരം 6 PM to 11 PM വരെയാണ്. സൺഡേ ആകുമ്പോഴത്തേക്ക് ഫുള്ളും കാണും. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് സെറ്റാക്കാവുന്നതാണ്. ഇവരുടെ ഫീഡിങ് ടൈമാണത്. ഒരു ആഹാരം കഴിച്ചിട്ട് തൊണ്ടയിൽ കുടുക്കി ഇങ്ങനെ നിൽക്കുകയാണ്. നോർമലാണ്, ഇങ്ങനെ തന്നെ ഫീഡിങ് ടൈം ഇവരിങ്ങനെയാണ് കാണിക്കുന്നത്. നല്ല രീതിയിൽ കൊഞ്ച് കൊടുത്തു കഴിഞ്ഞാൽ ഒരു നല്ല ഫീഡിങ് എടുക്കുന്നതാണ്, നല്ല കളറ് വരുന്നതുമാണ്. കണ്ട അവൻ്റെ വായിലുണ്ട് കൊഞ്ചിൻ്റെ കുറച്ച് ഐറ്റംസ് ഇരിക്കുകയാണ്. അപ്പോൾ അതാണ് അവരിങ്ങനെ ആക്കുന്നത്. അപ്പോൾ ചിലർ കണ്ടിട്ട് എൻ്റെ ഫിഷ് ഇങ്ങനെ ആക്കുന്നതെന്നൊക്കെ പറയുന്നുണ്ട്. ഇത് നോർമലാണ്, ഫീഡിങ് ടൈമിൽ ഇവരിങ്ങനെയാണ് കാണിക്കുന്നത്. ഓക്കെ, താങ്ക് യു.